പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും എൻ്റെ തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കാലം കർമ്മരൂപത്തിൽ നമ്മളിലേക്ക് എത്തിക്കുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള അനുഭവങ്ങൾ നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും. കാരണം അത് നമ്മളിലേക്ക് എത്തുന്നത് നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതു മുമ്പിനാൽ എന്ന് പൂന്താനം ജ്ഞാനപ്പാനിയിൽ പറഞ്ഞതുപോലെ നമ്മളുടെ ഈച്ച് ആൻഡ് എവറി ആക്ഷൻ വിൽ ബി റിവാർഡഡ്. അത് നല്ലതായിരിക്കാം, ചീത്തയായിരിക്കാം. നമ്മളുടെ ഓരോ പ്രവൃത്തിയും നമ്മൾക്ക് പ്രതിഫലം തരുന്നത് തന്നെയാണ്. അത് നല്ലതും ചീത്തയും ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെയായാലും അതിനെ നമ്മൾ സ്വീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്ത് മുമ്പോട്ട് പോകുമ്പോഴാണ് ജീവിതം നല്ലതുപോലെ ധന്യമാക്കാൻ പറ്റുന്നത്. നമ്മളെല്ലാം മറന്നു പോകരുത്. അങ്ങനെ നമ്മളിലേക്ക് കാലം തിക്താനുഭവങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്ന് തരുമ്പോൾ പലപ്പോഴും വേദന ഉണ്ടാവാറുണ്ട്. പല ദൈവങ്ങളെയും നമ്മൾ പ്രാർത്ഥിച്ചു പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ ദൈവം ഓരോരുത്തരുടെ ഓരോ മതം അനുസരിച്ചുള്ള ദൈവം ഏതാണോ എന്നൊന്നും നമ്മൾ വിചാരിക്കാറില്ല. നമുക്ക് ആരാണോ, ഏത് ദൈവത്തെ വിളിക്കുമ്പോഴാണോ ആശ്വാസം കിട്ടുന്നത്, അത് ഗുരുവായൂരപ്പനെന്നോ കൃഷ്ണനെന്നോ നബി അള്ളായെന്നോ പടച്ചവനെന്നോ ക്രിസ്തുവെന്നോ യേശുവെന്നോ ഇങ്ങനെ എല്ലാം നമ്മൾ വിചാരിക്കാറുമുണ്ട്, പ്രാർത്ഥിക്കാറുമുണ്ട്. ആരെങ്കിലും പറഞ്ഞാൽ അവരിലേക്ക് ചെയ്യേണ്ടുന്ന നേർച്ചകളും എല്ലാം ചെയ്യാറുമുണ്ട്. നമ്മൾക്ക് നമ്മളുടെ സുഖം കിട്ടാനാണ് അതൊക്കെ ചെയ്യുന്നത്. നമുക്ക് നമ്മളിലേക്ക് സുഖാനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ദൈവത്തെ പ്രാർത്ഥിക്കുന്നതിൽ ജാതിയോ മതമോ ഒന്നുമില്ല. എല്ലാ പ്രാർത്ഥനയും എത്തുന്നത് ഒരു ദൈവത്തിലേക്കാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കാലാവസ്ഥ വല്ലാതെ ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നു, എല്ലാവരും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന, കാണണമെന്ന് തോന്നുന്ന, രോമാഞ്ചമുണ്ടാകുന്ന ഗുരുവായൂരപ്പൻ്റെ ഒരു പ്രാർത്ഥന എല്ലാവർക്കും വേണ്ടി നൽകാമെന്നും അത് എല്ലാവരും പഠിച്ചു പാടുമ്പോൾ പാടുന്ന ഓരോരുത്തരിലേക്കും നല്ല ഗുണങ്ങൾ ഉണ്ടാകുമെന്നും ഉറപ്പിച്ച് തന്നെയാണ് ഞാനിത് പറയുന്നത്. ഗുരുവായൂരപ്പന് പൂന്താനം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതി വായിച്ച് സമർപ്പിച്ച ഒരു പ്രശസ്തമായ ഏറ്റവും നല്ല ഒരു ഗ്രന്ഥമാണ് നാരായണീയം എന്ന് പറയുന്നത്. നാരായണീയത്തിലെ വാക്കുകളെല്ലാം വളരെ കടുപ്പപ്പെട്ടതും ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ അത് ഉച്ചരിക്കുമ്പോൾ, അത് വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ നാക്കിന് ശക്തിയും തളർന്ന നാക്ക് പോലും ഉയർത്തെഴുന്നേൽക്കും എന്ന് എല്ലാവരും പറയുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ബുദ്ധിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തും. മനുഷ്യ ശരീരത്തിലെ രക്തോട്ടം, അതിൻ്റെ ക്രമീകരണം നല്ലതുപോലെ നന്നാവും എന്നൊക്കെ ഒരു വിശ്വാസമുണ്ട്. അത് വിശ്വാസം അല്ല, അത് ശരിക്കും ഉള്ള ഒരു കാര്യമാണ്. എനിക്കും എൻ്റെ അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന കാര്യമാണ്. നാരായണീയത്തിലെ കുറച്ച് ശ്ലോകങ്ങളെങ്കിലും പഠിച്ച് കാണാതെ ആവർത്തിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് നല്ല ഊർജം കിട്ടും. നമുക്ക് രോഗാവസ്ഥയിൽ നിന്നും ഒരുപാട് മോചനം കിട്ടും എന്നുള്ളത് സത്യമുള്ള കാര്യമാണ്. അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുന്നതാണ്. അതുകൊണ്ട് ഇന്ന് നാരായണീയത്തിലെ ആദ്യശകത്തിലെ 1-ാമത്തെ ശ്ലോകമായ ഭഗവാന്റെ രൂപമാധുര്യവും മഹാത്മ്യവും എന്ന ആ ഒരു ദശകത്തിലെ ആദ്യത്തെ കുറച്ച് വരികൾ ഞാൻ പറയുകയാണ്. അതിൻ്റെ അർത്ഥവും പറയുകയാണ്. അതായത് അത് ചൊല്ലുമ്പോൾ നമ്മുടെ നാക്കിൽ നല്ല സ്ഫുടതയും വ്യക്തതയും ഉണ്ടായിരിക്കണം എന്ന് മനസ്സിലാക്കണം. അങ്ങനെ സ്ഫുടതയോടും വ്യക്തതയോടും കൂടി പാടുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഗുണങ്ങൾ ഉറപ്പായിട്ടും കിട്ടും എന്നൊരു വിശ്വാസത്തോടുകൂടി പാടി നോക്കൂ. എല്ലാവർക്കും അതിൽ താല്പര്യവും പഠിച്ച് പാടണം എന്ന് തോന്നുകയും ചെയ്യും. അത് ഉറപ്പുള്ള കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് ഇന്ന് നാരായണത്തിലെ ആദ്യത്തെ ശ്ലോകം ചൊല്ലാം. സാന്ദ്രാനന്ദാവ ബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തഥാവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം
ജനാനാം. അതവസാനം പറഞ്ഞ് നിർത്തുന്നത് ഇങ്ങനെയാണ്: ഹന്തഭാഗ്യം ജനാനാം. ജനങ്ങളുടെ ഓരോരുത്തരുടെയും ഭാഗ്യമാണ് ഈ ഗുരുവായൂരപ്പൻ ഗുരുവായൂരിൽ പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് അവസാനം പറഞ്ഞു നിർത്തുന്നത്. അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ്: സാന്ദ്രാനന്ദാവബോധം എന്ന് പറഞ്ഞാൽ അറിവും ആനന്ദവും നിറഞ്ഞ ബോധം. ഒന്നിനോടും ഉപമിക്കാൻ പറ്റാത്ത കാലാതീതമായ അറിവും ആനന്ദവും നിറഞ്ഞ ബോധമാണ് ഗുരുവായൂരപ്പൻ. സുഖവും ദുഃഖവും ലേശം പോലും പ്രതിഫലിക്കാത്ത ഒരു ആനന്ദരൂപമാണ് ഗുരുവായൂരപ്പൻ. പിന്നെയോ കോടി കോടി പ്രാർത്ഥനകൾ കൊണ്ട്, കോടി കോടി അർച്ചനകൾ കൊണ്ട്, കോടി കോടി പേരുകൾ കൊണ്ട് ധന്യമായ ഒരു പേരാണ് ഗുരുവായൂരപ്പൻ. പക്ഷേ അത് നമുക്ക് സ്പഷ്ടമായും വ്യക്തമായും അറിയാനേ പറ്റുകയില്ല. എന്നാൽ കാണുമ്പോൾ, ഗുരുവായൂരപ്പനെ ഒന്ന് കാണുമ്പോൾ, ആ മുഖമൊന്ന് കാണുമ്പോൾ ഒന്ന് തൊഴണമെന്നും ഒന്ന് വന്ദിക്കണമെന്നും ഒന്ന് പ്രാർത്ഥിക്കണമെന്നും തോന്നാത്ത ആരും ഉണ്ടാവുകയില്ല. അങ്ങനെയൊരു രൂപത്തെ ഗുരുവായൂരിൽ നമുക്ക് വേണ്ടി പ്രതിഷ്ഠിച്ചു തന്ന ആ ഭഗവത് രൂപത്തെ നമ്മൾ, ആ ബ്രഹ്മരൂപത്തെ, ആ പുരുഷാർത്ഥത്തെ നമ്മളെല്ലാവരും നമ്മളുടെ ഭാഗ്യമായി കണക്കാക്കി പ്രാർത്ഥിക്കണം, എപ്പോഴും പുകഴ്ത്തണം എന്ന് തന്നെയാണ് പറയുന്നത്. അത് ഏത് ജാതിയായാലും ഏതു മതമായാലും അതിൽ യാതൊരു വ്യത്യാസവുമില്ല. ആ ഒരു ബ്രഹ്മസത്വത്തെ, ബ്രഹ്മരൂപത്തെ, പരമാർത്ഥ രൂപത്തെ, പുരുഷാർത്ഥത്തെ നമ്മളെല്ലാവരും സ്വീകരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിൽ അതിൻ്റേതായ ഗുണങ്ങൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. എല്ലാവരും അത് പഠിച്ചു പാടണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പാടുമ്പോൾ നമ്മുടെ നാക്കിൽ സ്ഫുടത വരികയും നാക്കിന് നല്ല ശക്തി ഉണ്ടാവുകയും നമ്മൾ ഒരു സീനിയർ സിറ്റിസണൊക്കെ ആകുമ്പോൾ പലതരം രോഗങ്ങൾ നമ്മളെ ബാധിക്കാറുണ്ട്. നാക്ക് തളർന്നു പോലെ തോന്നാറുണ്ട്, തലയ്ക്ക് പെരുപ്പ് തോന്നാറുണ്ട്. ഇതെല്ലാം മാറിക്കിട്ടുന്ന ഒരേ ഒരു ഔഷധം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പഴ എഴുതിയ ഗുരുവായൂരപ്പന് സമർപ്പിച്ച നാരായണീയം തന്നെയാണ്. എല്ലാം പഠിക്കാൻ പറ്റുകയില്ലെങ്കിലും കുറച്ചൊക്കെ പഠിച്ച് നമ്മൾ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ നമുക്ക് നല്ല ശരീരസുഖം ഉണ്ടാകും എന്നതിന് യാതൊരു സംശയമില്ല. എല്ലാവരും അത് പഠിച്ചു പാടണം എന്ന് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം അത് ഏറ്റവും നല്ല ഒരു കൃതി തന്നെയാണ്. അടുത്ത ഭാഗം ഞാൻ പിന്നീട് പറയാം. നന്ദി, നമസ്കാരം.